കണ്ണൂർ അഴീക്കോട് പുന്നയ്ക്കപ്പാറയിൽ പടക്കം പൊട്ടിത്തെറിച്ച് കുട്ടി മരിച്ചത് 9 വയസ്സുകാരനായ അമാൻ. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനത്തിനിടെ കുട്ടികൾ പടക്കം പൊട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. 3 കുട്ടികൾക്ക് പരുക്കേറ്റിട്ടുണ്ട്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അജീഷ്, ഈ സത്യപ്രതിജ്ഞയ്ക്കിടെ വരുന്ന ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ്. ഈ കുട്ടികൾ ഒറ്റയ്ക്കാണോ പടക്കം പൊട്ടിച്ചത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? പ്രവിത, ഇന്ന് രാവിലെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ കണ്ണൂരിൽ പലയിടത്തും ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു. അഴീക്കോടും അത്തരത്തിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു. ലഡു വിതരണവും പടക്കം പൊട്ടിച്ചും അവർ പുതിയ സർക്കാർ അധികാരമേറ്റതിൻ്റെ ആഘോഷ പ്രവർത്തനങ്ങളിലായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ഇപ്പോൾ UDF പ്രവർത്തകർ ഈ പടക്കം പൊട്ടിച്ചതിന് ശേഷം വന്ന അവശേഷിപ്പുകൾ അത് അവിടെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പുന്നക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ അവശിഷ്ട ഈ പടക്കങ്ങൾ അവിടെ അതിന് പിന്നാലെ ഈ കുട്ടികൾ അത് വന്ന് അതെടുത്ത് കളിക്കുകയായിരുന്നു. അതിൽ 4 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഈ കുട്ടികൾ ഒരു പടക്കമെടുത്ത് തീ കൊളുത്തി എറിഞ്ഞപ്പോഴാണ് അമാൻ എന്ന് പറയുന്ന കുട്ടിയുടെ കഴുത്തിൽ ഈ പടക്കം കൊണ്ട് അവിടെ ഭാഗത്തെത്തിയപ്പോൾ പൊട്ടിയത്. കഴുത്തിൽ ഗുരുതരമായിട്ടാണ് കുട്ടിക്ക് പരിക്കേറ്റത്. ഉടൻ തന്നെ നാട്ടുകാരെല്ലാം ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് 3 കുട്ടികൾ, ഈ കളിച്ചുകൊണ്ടിരുന്ന മറ്റു 3 കുട്ടികൾക്കും നിസ്സാരമായിട്ടുള്ള പരിക്കാണ് ഏറ്റത്. എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ദിവസം തന്നെ ഉണ്ടായത്. ഇതിന്റെ കണ്ണൂരിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂർ അഴീക്കോടാണ് പടക്കം പൊട്ടിത്തെറിച്ച കുട്ടി മരിച്ചത്. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു ഈ അപകടമുണ്ടാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.